സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി മണിപ്പൂർ ഡയറിയുടെ സംവിധായകൻ മോശമായി പെരുമാറി തുടങ്ങി. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയതിന് VHP നേതാവ് അനിൽ വെളയിൽ അടക്കമുള്ളവരാണ് പ്രതികൾ. മോശമായി പെരുമാറിയതിന് സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ പോക്സോ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറുമെന്ന് എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയാവുന്നത്? സനോജ് മിശ്രയ്ക്കെതിരെ പോക്സോ കേസും എടുത്തിരിക്കുന്നു. ഇതിൽ പോക്സോ കേസ് എങ്ങനെയാണ് നിൽക്കുന്നത്? അതിന്റെ വിവരങ്ങൾ കൂടി അറിയണം. സ്മൃതി, എല്ലാ പരാതിയും കൂടി ചേർത്ത് ഒറ്റ കേസായിട്ടാണ് സെൻട്രൽ പോലീസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് സെൻട്രൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പ്രധാനമായും പെൺകുട്ടി പരാതിയായി നൽകിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ വലിയ രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു. ഈ ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നുള്ളതാണ്. അതിലാണ് VHP നേതാവ് അടക്കം, അതായത് VHP നേതാവായ അനിൽ വിളയിൽ അടക്കമുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ഈ കേസിൽ തന്നെ മറ്റൊരാൾ കൂടി പ്രതിയായിട്ടുണ്ട്. അത് മണിപ്പൂർ ഡയറിയുടെ സംവിധായകനായ സനോജ് മിശ്രയാണ്. നമുക്കറിയാം, നേരത്തെ സനോജ് മിശ്രയ്ക്കെതിരെ വലിയ ആരോപണമാണ് പെൺകുട്ടി ഉയർത്തിയിരുന്നത്. എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അത്തരത്തിലൊരു അലിഗേഷൻ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നുള്ളായിരുന്നു പരാതി. ഈ സംഭവം നടന്നിരിക്കുന്നത് നേപ്പാൾ അടക്കമുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഈ മൊത്തമായിട്ട് തന്നെ ഈ കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറും എന്നുള്ളത് കൂടിയാണ് സെൻട്രൽ പോലീസ് പറയുന്നത്. ഇതിൽ നേരത്തെ മധ്യപ്രദേശ് പോലീസ് എടുത്ത കേസ് വലിയ രീതിയിൽ തന്നെ വിവാദമായിരുന്നതാണ്. ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന പേരിലാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അടക്കം പ്രതി ചേർത്ത് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നത്. അതിൽ മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാനായിട്ട് കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ മടങ്ങിപ്പോയ സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ ഇത്തരത്തിലൊരു കേസ് ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർ തന്നെ ഒരുമിച്ച് അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് സെൻട്രൽ പോലീസ് എത്തിയിരിക്കുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.